പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. തൃണമൂൽ കോൺഗ്രസ് വാക്പോര് തുടരുന്നു. തൃണമൂൽ പ്രവർത്തകർക്കെതിരെ ബി.ജെ.പി. അക്രമം അഴിച്ചുവിടുന്നുവെന്നാണ് ടി.എം.സി ആരോപണം. അഭിഷേക് ബാനർജിക്കും കല്യാൺ ബാനർജിക്കുമെതിരായ ആക്രമണങ്ങളിൽ ടി.എം.സി ഇന്ന് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. അതേസമയം പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ വ്യാജ ഒപ്പുണ്ടാക്കിയെന്നുള്ള കേസിൽ അഭിഷേക് ബാനർജി ഇന്ന് സംസ്ഥാന CIDക്ക് മുന്നിൽ ഹാജരാകുകയും വേണം. ആദിൽ പാലോട് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അതിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടം തൃണമൂൽ കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ നടന്നു. തൃണമൂൽ തോറ്റു, ബി.ജെ.പി. ജയിച്ചു. പക്ഷേ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. ഇരു കക്ഷികളും ഇരു പാർട്ടികളും തമ്മിലുള്ള പോര് അത് തെരുവിലേക്ക് പോലും വ്യാപിക്കുന്ന തരത്തിലാണ്. എന്താണിപ്പോൾ പശ്ചിമബംഗാളിൽ സംഭവിക്കുന്നത്? ആദ്യം വലിയ പ്രതിഷേധങ്ങളിലേക്ക് തൃണമൂൽ കോൺഗ്രസ് പോകാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ന് പലയിടങ്ങളിലും പ്രതിഷേധ യോഗങ്ങൾ വിളിച്ചിട്ടുണ്ട്. മമതാ ബാനർജി തന്നെ നാളെ വലിയൊരു പ്രതിഷേധ പരിപാടി കൊൽക്കത്തയിൽ സംഘടിപ്പിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കും അണികൾക്കുമെതിരെ വലിയ തോതിലുള്ള അക്രമങ്ങൾ നേരിടേണ്ടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആരോപണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട അഭിഷേക് ബാനർജിക്ക് എതിരെയുള്ള അതിക്രമം, ഇന്നലെ മറ്റൊരു MP കല്യാൺ ബാനർജിയെ തലക്കടിച്ച് വീഴ്ത്തി തെരുവിൽ വീഴ്ത്തുന്ന കാഴ്ചയും കണ്ടു. ഇതിനെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത്. കഴിഞ്ഞ ദിവസം 6 പേരെ ഈ അഭിഷേക് ബാനർജിയുടെ അതിക്രമവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേരെ ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാജ ഒപ്പ് ശേഖരിച്ചു, ഒപ്പ് രേഖപ്പെടുത്തി എന്ന കുറ്റത്തിൽ സംസ്ഥാന CIDക്ക് മുന്നിൽ അഭിഷേക് ബാനർജി ഹാജരാകണം. അഭിഷേക് ബാനർജിക്കെതിരെ ഇതിനു പുറമെ 2-3 കേസുകൾ കൂടി ബംഗാൾ പോലീസ് എടുത്തിട്ടുണ്ട്. ബംഗാൾ സൈബർ പോലീസ് അടക്കം എടുത്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലും ഉടനെ തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. പ്രതികാര നടപടിയാണ് ഇതൊക്കെ എന്ന് തൃണമൂൽ കോൺഗ്രസ് വാദിക്കുന്നുണ്ട്. ഏതായാലും അധികാര മാറ്റത്തിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിനെതിരെയുള്ള നിയമപരമായും കായികമായുമുള്ള പോരാട്ടം തുടരുന്നതാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നത്. ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. ബംഗാൾ ബി.ജെ.പി. ടി.എം.സി വാക്പോര് മുറുകുകയാണ്.